ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പൊറോട്ടയും ബീഫും ഉണ്ടാക്കുകയാണ്. ഒരു കോംബോ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. ഞാനിവിടെ 2 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. വേണ്ടേ 2 കിലോ മൈദ 2 കവർ പൊട്ടിച്ച് നമുക്കങ്ങോട്ട് കിച്ചൺ സ്ലാബിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ പൊറോട്ട തയ്യാറാക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാര, അതുപോലെ 2 സ്പൂൺ ഉപ്പ്, സോഡാപ്പൊടി ഒരു 3 സ്പൂൺ വേണം. സോഡാപ്പൊടി 3 സ്പൂൺ, കാരണം 2 കിലോ മൈദയുള്ളത് കൊണ്ട് ചേർത്ത് ഇനി ഇതിന് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. 4 മുട്ടയാണ് വേണ്ടത്. 2 കിലോ ആയതുകൊണ്ട് 4 മുട്ട പൊട്ടിച്ച് അതിലോട്ട് നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കണം. അതെല്ലാം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. കാരണം മാവിൻ്റെ എല്ലാ ഭാഗത്തും സോഡാപ്പൊടി, ഉപ്പ്, പഞ്ചസാര, മുട്ട ഇതെല്ലാം പിടിക്കണം. അതെല്ലാം ഇങ്ങനെ യോജിപ്പിച്ച് കുറച്ച് വെള്ളം വേണം. ആവശ്യത്തിന് വെള്ളം എടുക്കണം. വെള്ളം ഒഴിച്ച് അത് കുഴച്ച് പതുക്കെ അത് കുഴച്ചൊരു പൊറോട്ടയ്ക്കുള്ള പരുവത്തിൽ കുഴയ്ക്കണം. ഇങ്ങനെ കുഴച്ച് എടുത്ത് കണ്ടോ, ഇതേ പരുവത്തിലാക്കണം. കുറച്ച് എണ്ണ പുരട്ടണം. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിരിക്കുന്നത്. പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഡാൽഡയോ ഒക്കെ ഉപയോഗിക്കാം. കുറച്ച് ഡാൽഡയും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. അതിനകത്തൊരു നനഞ്ഞ തുണി ഇട്ട് വയ്ക്കണം. ഞാനിതൊരു നനഞ്ഞ പുതിയൊരു തോർത്താണ് വാങ്ങി അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതിന് വേണ്ടി വാങ്ങിച്ച് നേരത്തെ കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ചൂടുവെള്ളത്തിലൊക്കെ കഴുകി അരമണിക്കൂർ അങ്ങനെ വയ്ക്കണം. മാവ് പുളിക്കാൻ വേണ്ടി അരമണിക്കൂർ വെച്ചു. അതിനുശേഷം ഇനി മാവ് ഇങ്ങനെ കണ്ടേ ഓരോ ഭാഗത്തുനിന്നും ഇങ്ങനെ മുറിച്ച് മാവെടുക്കണം. മാവെടുത്ത് ഇത് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ഒരു കുഴക്കട്ടയുടെ രൂപത്തിൽ ആക്കണം. ഇതിലാക്കി അവിടെ വയ്ക്കണം. കണ്ടോ, ഇങ്ങനെ എല്ലാ മാവും ഇങ്ങനെ ചെയ്തു വെച്ചു. പിന്നെ വീണ്ടും ആ തോർത്തിട്ട് ഒരു അരമണിക്കൂർ കൂടി വയ്ക്കണം. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും അത് ഇങ്ങനെ പരത്തി ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ പരത്തണം. പരത്തിയിട്ട് കണ്ടോ, പരത്തിയതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ചാണ് ഞാനിത് എളുപ്പത്തിന് ചെയ്യുന്നത്. ഈ പൊറോട്ട വീശുക എന്നുള്ളത് എല്ലാവർക്കും അത് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് ചപ്പാത്തി പലകയിൽ നല്ല നൈസായിട്ടങ്ങ് പരത്താം. വേണമെങ്കിൽ ഇച്ചിരി കുറച്ചുകൂടി കട്ടിയൊക്കെ കുറയ്ക്കാം. മാവിൻ്റെ നമ്മൾ ആ ഉണ്ട പിടിക്കുമ്പോൾ അത് കുറച്ച് ആക്കിയാലും മതി. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി
മാറ്റുക. അപ്പോൾ അത് നല്ലപോലെ പരത്തും, നല്ല നൈസ് പൊറോട്ടയാകും. അത് പരത്തി കഴിഞ്ഞ് കുറച്ച് ഓയിലും തൂവി കുറച്ച് മാവും ഇടണം. മാവ് ഇട്ട് കഴിഞ്ഞ് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് ഇങ്ങനെ ചുറ്റിച്ച് വെക്കണം. കണ്ടോ, ചുറ്റിച്ച് ഇതുപോലെ വെക്കണം. കാരണം അതെല്ലാം ചുറ്റി വെച്ചേക്കുന്നതാണ്. കണ്ടോ, ഇതിങ്ങനെ ഒരു 10-20 മിനിറ്റ് വെക്കണം. 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതെടുത്ത് വീണ്ടും ഒന്നുകൂടി അത് ചപ്പാത്തി പലകയ്ക്കകത്ത് ഇത് വെച്ച് ഇങ്ങനെ നമ്മളതിനകത്ത് വെച്ച് ഇതേപോലെ പരത്തണം. കൈ വെച്ച് ഇങ്ങനെ പരത്തി, കണ്ടോ, അത് പരത്തണം. കൈ വെച്ച് പരത്തി കല്ലേലിട്ട് ചുടണം. അതിൻ്റെ ഒരു കളർ കണ്ടോ, മഞ്ഞ. അത് പഞ്ചസാരയൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ടാണ് ആ നിറം കിട്ടിയിരിക്കുന്നത്. ഒരു ചെറിയ മധുരവുമൊക്കെ കിട്ടും, നല്ല ഇതാണ്. അപ്പം നമ്മൾ സാധാ ദോശക്കല്ലിൽ വെച്ചാണ് ചുട്ടിരിക്കുന്നത്. എന്നിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞ് ഒരു 4 5 ഒക്കെ വെച്ച് ഒന്നിച്ച് വെച്ച് ഇങ്ങനെ അതിൻ്റെ വശങ്ങളിങ്ങനെ അടിച്ച് 2 കൈയും വെച്ച് അടിച്ചെടുക്കണം. ഇനി നമുക്കതിൻ്റെ കൂടെ കഴിക്കുവാനുള്ള സൈഡ് ഡിഷായിട്ട് ബീഫ്, അതായത് 2 കിലോ പോത്തിറച്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതാദ്യം കുക്കറിൽ വെച്ച് വേവിക്കുകയാണ്. കുക്കറിൽ വെച്ച് ആവശ്യത്തിന് മുളക് പൊടി, കറിവേപ്പില, ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ മല്ലിപ്പൊടി ചേർക്കണം. കണ്ടില്ലേ, 2 കിലോ അനുസരിച്ച് ഗ്രേവിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ചേർക്കണം. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് വെള്ളം കൂടി ചേർക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. കുക്കറിൽ വെച്ചു. ഇനി ആവശ്യത്തിന് ഓയിലൊഴിച്ച് ചട്ടി വെച്ചു, ഓയിലൊഴിച്ചു, കടുകിട്ട് വറുത്തു. കടുക്, തേങ്ങാക്കൊത്ത്, മുളക്, ഉള്ളി ഒക്കെ ഇട്ടു. വറ്റൽമുളക്, ചെറിയ ഉള്ളി കടുക് വറക്കുന്നതിനുള്ളതാണ്. കേട്ട് വറുത്ത് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടൊന്ന് ചുമക്കെ വറുത്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതെല്ലാം വറുത്ത് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കണം അതിൽ. പിന്നെ കുറച്ച് 2 കിലോയ്ക്ക് ആവശ്യമായ സവാളയും കൊച്ചുള്ളിയും കൂടെ ഇട്ട്, സവാള അരിഞ്ഞ് കൊച്ചുള്ളിയും അരിഞ്ഞ് ഇടണം. കുറച്ച് പച്ചമുളക് വേണം, കറിവേപ്പില, എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. അവിടെ കിടന്ന് അങ്ങനെ വഴലണം, വഴന്ന് വരണം. തക്കാളി 2 ചെറിയ തക്കാളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. അത്യാവശ്യം ഒരു പുതുമയൊന്നുമില്ല. സാധാരണ കണ്ടോ, ഒരു 5 വിസിൽ വന്നിട്ടുണ്ടേ.
കുക്കറിനകത്ത് 5 വിസിൽ വന്നു. അപ്പോഴത്തേക്ക് അത്രയും വേവ് മതി, അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇറച്ചി അങ്ങ് ഒരുപാട് ഓവർ കുക്കഡ് ആയി പോവും. അത് വേണ്ട. ഇതെല്ലാം വഴണ്ടിട്ട് അതിനകത്തോട്ട് ഇറച്ചി ചേർത്തു. ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി എല്ലായിടമൊക്കെ ഒന്ന് പിടിച്ച് വെച്ച് കണ്ടില്ലേ ഇറച്ചി? അടിപൊളിയായിട്ട് ഇറച്ചി ഇങ്ങനെ കുറച്ച് ചാറ് കൂടെ വെച്ചാണ് വെക്കുന്നത്. ആവശ്യത്തിന് ചാറുണ്ടങ്ങ് കുറുകിയിരിക്കുമല്ലേ ഇത്. അതിനകത്ത് കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ കുറച്ചുകൂടി ആവശ്യത്തിന് ചേർത്ത്, ഉപ്പുമൊക്കെ ഒന്നുകൂടെ ചേർത്തു, കറിവേപ്പില ഒന്നുകൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇറച്ചി ഇങ്ങനെ അടുപ്പിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്നു. അപ്പോൾ ആവശ്യമുള്ള കുറച്ച് കായപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് അല്പം ഒന്ന് താളിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇറച്ചിക്കൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിന് ആദ്യം തന്നെ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളൊന്നുകൂടെ ആദ്യമേ ഒന്ന് താളിച്ചിട്ടാണ് അതിനകത്തെല്ലാം ഇട്ട് വഴറ്റി വേവിച്ചത്. ഇപ്പോൾ വീണ്ടും നമ്മളൊന്നുകൂടി ലാസ്റ്റ് ആയിട്ടൊന്നുകൂടെ കടുക് താളിച്ചിടുകയാണ്. അതിന് കൊച്ചുള്ളി, വറ്റൽമുളക്, കടുക്, കറിവേപ്പില എല്ലാം കൂടി. ഇപ്പോൾ ഇറച്ചി വേവിച്ചിരിക്കുന്ന നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ടേസ്റ്റ്. ഇറച്ചിയും മീനും ഒക്കെ ചെയ്യുന്നത് എപ്പോഴും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല. കടുകും കൂടെ താളിച്ച് ഒഴിച്ചപ്പോൾ ആ കറിക്ക് ഒരു നല്ല ഭംഗി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ആയി. ഇനി ഞങ്ങളുടെ കിഴക്കേമ്മയാണ് കഴിക്കുന്നത്. പെറോട്ട കിഴക്കേമ്മയാണ് ഇതെല്ലാം വെച്ചത്. ഇറച്ചി വെച്ചത് കിഴക്കേമ്മയാണ്. അപ്പോൾ അതെല്ലാം വെച്ച് ഇനി അതിൻ്റെ ടേസ്റ്റ് നോക്കിയാണ് പൊറോട്ട ഇറച്ചി കഴിക്കുക. അപ്പോൾ കിഴക്കേമെന്ന് പറയുമ്പോൾ നല്ലൊരു പാചകക്കാരിയാണ്. ഇറച്ചി, മീൻ എല്ലാം ഭംഗിയായിട്ട് വയ്ക്കും. പഴയകാല പാചകങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യും. എന്താ പെറോട്ടയൊക്കെ ഇരിക്കുന്നത് കണ്ടോ? അപ്പോൾ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റ് ഉള്ളവരും കൂടെ പൊറോട്ട കഴിച്ചു. എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും പൊറോട്ട അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള പൊറോട്ടയും ബീഫ് കറിയാണ്. കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നിരുന്നാണ് കഴിക്കുന്നത്. കുഞ്ഞുമുണ്ട്. കുഞ്ഞിൻ്റെ അമ്മയുണ്ട്. എല്ലാവരും കൂടെ സംതൃപ്ത കുടുംബമാണ് ഞങ്ങളുടേത്. എല്ലാവരും കൂടെ. അപ്പോൾ ഇത് സൺഡേ ഈവനിങ് ആണ്. സൺഡേ ഈവനിങ്ങിലുള്ള ഞങ്ങളുടെ സ്പെഷ്യൽ ഡിഷാണിത്. താങ്ക് യു.